ഓ ലോറി മറിച്ച്, എൻ്റെ ലോറി മറിച്ച് നീ. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ഇരിക്കുന്ന പപ്പിക്കുഞ്ഞിനെ കണ്ടോ? ഇവിടെ പ്രായം ഏകദേശം 1 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2-3 പേരുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത്, നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, അവർ കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വളർന്നു കഴിയുമ്പോൾ നമ്മൾ കയറിയിരുന്ന് പോകുന്ന ടൈപ്പ് അത്ര കളിപ്പാട്ടമൊക്കെ മേടിച്ച് കൊടുക്കും. അപ്പോൾ എന്തായാലും ഞാനും വിചാരിച്ചെന്നാൽ ഇവർക്ക് കയറിയിരുന്ന് പോകുന്ന ടൈപ്പ് ഒരു കളിപ്പാട്ടം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പോൾ അങ്ങൊരു വീഡിയോ ആണ് ഇന്നിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവളെ കയറ്റിയിരുത്തി കൊണ്ട് പോകുന്ന ഒരു ടോയ് കാർ ഞാൻ നിർമ്മിച്ചെടുക്കാൻ പോകുന്നത്. ടോയ് കാർ എന്ന് പറയാൻ പറ്റില്ല, ഒരു ടോയ് ലോറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള വണ്ടിക്കകത്ത് ഇവിടെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് തന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നത് ഇതായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ ലഭിക്കാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ നമ്മുടെ പപ്പയെ ടോയ് കാർ നിർമ്മിക്കാനായിട്ട് ഇതുകൊണ്ട് കുറച്ച് അലുമിനിയം ഫാബ്രിക്കേഷൻ ഉപയോഗിക്കുന്ന ഷീറ്റ് എടുത്തിട്ടുണ്ട്. എൻ്റെ ഇതുള്ളതുകൊണ്ടാണ് ഞാൻ തന്നെ എടുത്തത്. നിങ്ങളുടെ പ്ലൈവുഡോ അല്ലെങ്കിൽ വുഡോ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ ഏത് മെറ്റീരിയലാണുള്ള ആ മെറ്റീരിയൽ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് ഓൾറെഡി വെച്ചിരിക്കുകയാണ്. നമുക്ക് വേണ്ട ടോയുടെ അളവിലോട്ട്. ഇനി ഇതെല്ലാം ഒട്ടിച്ച് കൊടുത്താൽ മാത്രം മതി. നമുക്ക് എന്തായാലും ഇതെല്ലാം ഒട്ടിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ടോയുടെ ഏകദേശം ഒരു സ്ട്രക്ചർ പണിതെടുത്തിരിക്കുകയാണ്. ഒരു ലോറിയുടെ ഷേപ്പിലാണ് ഞാനത് പണിയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ടയർ വെച്ച് കൊടുക്കാനുള്ള ഭാഗം കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ടയറിൻ്റെ പോർഷൻ ശകലം ഉയർന്നിരിക്കാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ പീസുകളൊന്നും ഉപയോഗിച്ചിട്ട് ഒരു ചെറിയ കട്ട് പീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തോട്ട് വേണം നമുക്ക് ടയർ വെക്കാൻ. ഇതിനായിട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. അങ്ങനെ ഫ്രണ്ടിലത്തെ 2 ഞാൻ ഒട്ടിച്ചെടുത്തിരിക്കുകയാണ്. ടയർ വെക്കേണ്ട പൊസിഷൻ നേരത്തെ മാർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് വളരെ പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട്. ഇനി ബാക്കിലത്തെ ഒട്ടിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിൽ സൈഡിലോട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഇതെല്ലാം നിങ്ങൾ ഇത് ഒട്ടിക്കുന്നതിന് മുമ്പ് മാർക്ക് ചെയ്യണം കേട്ടോ. ഇനി ഇതിൻ്റെ ഫ്രണ്ട് വീൽ ഞാൻ സെറ്റ് ചെയ്യണം. ഓൾറെഡി ഞാൻ ഒരു ആക്സിലിനകത്ത് ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞാൻ ജസ്റ്റ് ഇതിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഇതാണ്ട് ഇതുകൊണ്ട് 2 പീസ് ഉപയോഗിച്ചിട്ട് ഇതിനകത്ത് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ ഇങ്ങനെ. അങ്ങനെ ഫ്രണ്ട് വീൽ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്ക് വീൽ ഞാൻ ചെയ്യുന്നത് ഇതുകൊണ്ടൊക്കെയുള്ള ഗിയർ മോട്ടറിലാണ്. ഗിയർ മോട്ടറെ കണക്റ്റ് ആവുന്ന രീതിയിലുള്ള ടയറാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമുക്കിതും ബാക്കിലോട്ട് ഒട്ടിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടിയുടെ 4 ടയറും സെറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഇതിൻ്റെ ഹെഡ്ലൈറ്റും ഗ്രില്ലോടെ സെറ്റ് ചെയ്യാം. ഇതൊന്നും ഞാൻ വലിയ രീതി ചെയ്യുന്നില്ല, കാരണം 2 കുപ്പി അടപ്പ് ജസ്റ്റ് ഒന്ന് ഒരു രൂപത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നേ ഉള്ളൂ. നല്ല ലൈറ്റൊന്നും കത്തുന്ന രീതിയിലുള്ള ഇത് 2 വെബ്സൈഡ് അടപ്പാണിത്. ഇതങ്ങോട്ട് വെച്ച് ഒട്ടിച്ച് കൊടുക്കാം. ഇനി നമുക്ക് സെൻട്രലായിട്ട് ഇതിൻ്റെ ഗ്രില്ലിലൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതൊരു ലോറിയുടെ രൂപം വരാനായിട്ട് ഞാനിത് ഉണക്ക് 2 കുപ്പിയുടെ അടപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നടുക്കൊരു നെറ്റോട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ നെറ്റ് തന്നെ ഞാൻ ബാക്കിലും ഈ ഒരു വിൻഡോയ്ക്കും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ലോറിയുടെ ലുക്ക് കിട്ടിയെന്ന് തോന്നുന്നു. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇനി ബാക്കിയൊന്നും ഞാൻ കൊടുക്കുന്നില്ല, ഇത്രയും സിമ്പിളായിട്ട്. ഇനി ബാക്കിയെല്ലാം അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ ഇത് ഇത്രയും സിമ്പിളായിട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്തായാലും ഇതിൻ്റെ മോട്ടറിൻ്റെ കണക്ഷനും കാര്യങ്ങളെല്ലാം കൊടുക്കാം. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ബാറ്ററിയുടെ കേസ് ഒട്ടിച്ച് കൊടുക്കാം. ബാറ്ററിയുടെ ഞാൻ ഇവിടെ ആയിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇനി ഇത് റിമോട്ട് കൺട്രോളിൽ വർക്ക് ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു ബോർഡാണ് യൂസ് ചെയ്യുന്നത്. ഈ ബോർഡ് ഞാൻ നേരത്തെ വീഡിയോക്കകത്തൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഈ ബോർഡ് മേടിക്കാനുള്ള ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ എല്ലാ കണക്ഷനും എടുക്കുന്നില്ല. ഈ ബാറ്ററിയിലോട്ടുള്ള റെഡ് കണക്ഷനും അതുകൊണ്ട് ബ്ലാക്ക് കണക്ഷനും അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലും ബാക്കിലോട്ടും പോകാനുള്ള ഈ വൈറ്റും യെല്ലോയും മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. പിന്നെ ഈ ആൻറ്റിന കണക്ഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. ലെഫ്റ്റ് റൈറ്റ് തിരിയുള്ളൊരു സെറ്റപ്പ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇത് ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും മാത്രമേ മൂവ് ആകത്തുള്ളൂ. അങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. നിങ്ങളതിനകത്ത് കമൻറ്റ് ചെയ്യുകയാണത് ലെഫ്റ്റിലും റൈറ്റിലും മൂവ് ചെയ്യുന്ന രീതിയിൽ ഒരു സ്റ്റിയറിങ്ങോട് സെറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇതിന് സ്റ്റിയറിംഗ് കൺട്രോളർ സെറ്റ് ചെയ്ത് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ തൽക്കാലം ഇതിൻ്റെ ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും മാത്രമേ ഇത് വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതെല്ലാം ഇതിനകത്തൊരു സോൾവ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബോർഡ് ഞാൻ അടിപൊളിയായിട്ട് പ്ലേസ് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ നമുക്ക് ബോർഡിൻ്റെ നെഗറ്റീവും ബാറ്ററിയുടെ നെഗറ്റീവും കൂടെ കണക്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ ബാറ്ററിയുടെ പോസിറ്റീവും ബോർഡിൻ്റെ പോസിറ്റീവോടെ കണക്ട് ചെയ്യാം. എന്നിട്ട് അത് ഇൻസുലേഷൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മോട്ടറിലോട്ട് പോകേണ്ട ഒരു കണക്ഷനിലോട്ട് ഞാൻ ഒരു വയറിലൂടെ എക്സ്ട്രാ സോൾഡ് ചെയ്തെടുക്കുകയാണ്. ഈ 2 മോട്ടർ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ ഒരു വയറിലൂടെ സോൾഡ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് മോട്ടറിൻ്റെ ഏതെങ്കിലും ലെഗിലോട്ട് സോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി ബോർഡിൽ നിന്ന് മോട്ടറിലോട്ട് പോകുന്ന അടുത്ത കണക്ഷനിലോട്ട് ഞാൻ ഇതുകൊണ്ടൊരു വയർ എക്സ്ട്രാ സോൾഡ് ചെയ്യുകയാണ്. അത് നമ്മൾ മോട്ടറിൻ്റെ അടുത്ത ലെഗിലോട്ട് ആ വയറോടെ സോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ എക്സ്ട്രാ എടുത്തെങ്കിൽ ഈ 2 വയർ കൂടി നമ്മൾ താഴത്തെ ഈ മോട്ടറിലൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്.
ഇനി നമുക്ക് ഈ ആൻറ്റിന വയറിൻ്റെ ഈ ഒരു ഭാഗത്തോട്ട് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം. ഞാൻ പ്രത്യേകിച്ച് ആൻറ്റിന ഒന്നും കൊടുക്കുന്നില്ല. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ വണ്ടിയുടെ വർക്ക് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ പെറ്റ്സ് കൂട്ടിന് വേണ്ടിയുള്ള ലോറി പണി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്യുന്ന റിമോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ എൻ്റെ ഇരുന്ന റിമോട്ട് തന്നെയാണ്. ഇതിൻ്റെ റിമോട്ട് എൻ്റെ എല്ലാ ഇരിപ്പുണ്ട്, പക്ഷേ ഇതും ഇതിനകത്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. എന്തായാലും നാണ്ട് ജസ്റ്റ് വേണ്ടത് മുന്നോട്ട് പുറകോട്ട് ഇത് വർക്ക് ചെയ്യത്തേ ഉള്ളൂ. ഞാൻ പറയാം ലെഫ്റ്റും റൈറ്റും ഞാൻ ചെയ്തിട്ടില്ല, ഇത് സ്ട്രേറ്റ് ആയിട്ട് പോകുന്ന രീതി തന്നെയാണ് ചെയ്തേക്കുന്നത്. അത് വേണേൽ ചെയ്യാവുന്നേ ഉള്ളൂ, പക്ഷേ ഇത് പെട്ടെന്നൊരു വീഡിയോ ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് ചെയ്തതേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഇത്രയും നേരം ചെയ്തെടുത്തിരിക്കുന്നതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതൊക്കെ ചുമ്മാ ഡെമോ വെച്ചേക്കുവാന്ന് മാത്രമേ ഉള്ളൂ. ഗ്രൗണ്ട് ക്ലിയറൻസ് അത്യാവശ്യം കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും കട്ട വെച്ച് ഇങ്ങനെ പൊക്കി എടുത്തിരിക്കുന്നത്. പിന്നെ ബാറ്ററി എല്ലാം അടിയിൽ തന്നെ ഉണ്ട്, ബാറ്ററി ഒന്നും ഊരി പോത്തൊന്നുമില്ല, അതങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ആൻറ്റിനയുടെ വയർ രണ്ട് ഇവിടെ വന്നിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ ബേസിക്കായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് കണ്ടിട്ട് ഉണ്ടാക്കുന്ന എന്തെങ്കിലും കൺഫ്യൂഷനോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻസ് ഒക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനകത്ത് നമ്മുടെ പപ്പീസിനെ കയറ്റിയിരുന്ന് ഓടിച്ച് നോക്കാം. പപ്പിക്കൂട്ടനെ കയറ്റിയിരുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ്. ബാക്കിലോട്ടും മുന്നോട്ടും പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ പപ്പിക്കൂട്ടനെ കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ ലോറിയെ കയറ്റാനായിട്ട്. എടാ, നിനക്ക് ലോറിയെ കയറുണ്ടായോ? അതുകൊണ്ട് നിൻ്റെ ലോറി പപ്പിക്കൂട്ടനെ നമ്മൾ വണ്ടി ഉണ്ടാക്കി. അവൻ്റെ സന്തോഷം കണ്ടില്ലേ, വാലിട്ടാട്ടത്. നമുക്ക് എന്തായാലും ഇവനെ കയറ്റിയിരുത്താം. പപ്പി ടിൻറ്റിൻ, ഇവന് പേരിട്ടിട്ടില്ല കേട്ടോ, ഇവനല്ല ഇവളാന്നേ. ചടല് അവിടെ ഇരുന്നോണേ. ഓക്കെ. ഡാ 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 ഇരുന്ന് ഗൈസ്. ഡാ 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 ഡി. ഡാ ചെറിയ പേടിയുണ്ട് കേട്ടോ, ചാടാൻ നോക്കുമോ അതിനകത്ത്, പക്ഷെ വാലിട്ടാട്ടുന്നുണ്ട്. അന്നേരം നമ്മൾ പപ്പിക്കൂട്ടന് നമ്മൾ വണ്ടി പണിതിരിക്കുകയാണ് കഴിച്ചാൽ ഇരിപ്പുണ്ടോ, സെറ്റായി. എങ്ങോട്ട് നോക്കിയടാ. ഓക്കെ, അവൾ പഠിച്ചു കേട്ടോ. ഇത്താൾ വന്നിരിക്കുകയാണ് ഗൈസ് നമ്മുടെ വണ്ടിയെ കയറാനായിട്ട്. സോക്സ് മോൻ 4 കാലിന് സോക്സ് ഇട്ടിട്ടുണ്ടാവും കേട്ടോ, പക്ഷെ ഒരു കാലം മാത്രം ഇച്ചിരി കൂടുതലിട്ടിട്ടുണ്ട്. നമുക്ക് ഇവനോടെ അവൻ്റെ ലോറിലിട്ട് വെച്ച് കയറ്റി കൊടുക്കാം. എൻ്റെ വണ്ടിയുടെ ഇറങ്ങടാ എന്ന് പറയുക. ഇരിക്കുന്നില്ല ഗൈസ്, ഇവളിരിക്കുന്നില്ല. ഇവള് തന്നെ, നീ കയറിയിരുന്നു. പുഷു ചാടല്ലേ. സെറ്റായി. എങ്ങോട്ട് വണ്ടി കൊള്ളാം ഓടി. ലോറി മറിച്ച്, എൻ്റെ ലോറി മറിച്ച് നീ. അപ്പോൾ നമ്മുടെ പപ്പിക്കൂട്ടൻ്റെ ലോറി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇതിനകത്ത് ഇനി നമുക്ക് അപ്ഡേഷൻസ് ഒക്കെ വരുത്താൻ പറ്റും. ഇതിനകത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് ലെഫ്റ്റും റൈറ്റും തിരിയുന്ന രീതിയിലൊക്കെ ടേണൊക്കെ ചെയ്യുന്ന രീതി ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ഞാൻ ഉണ്ടാക്കിയെടുത്താണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുക, നിങ്ങൾ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ ലഭിക്കാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.